പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി ഇപ്പോൾ വന്നിരിക്കുകയാണ് കൃഷ്. കൺമണിയെ ചെന്ന് കാണുകയും കൺമണിയോട് വീട്ടിലുണ്ടായ പ്രശ്നത്തെ പറ്റി അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിപ്പോൾ വന്നത്. കൺമണി, നീ വാശി പിടിക്കരുത്. ഞാൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകണം. കൂടെ വരണം കൺമണി. നീ പ്ലീസ്, ദയവായി ഞാൻ ചെയ്ത തെറ്റ് തിരുത്തുന്നതിന് ഒരു അവസരം അത് എനിക്ക് തന്നുകൂടെ? ഇത് കേൾക്കുന്ന കൺമണി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല കൃഷ് സാർ. ഞാൻ ഇനി പുതിയൊരു ജീവിതം എൻ്റെ രീതിയിൽ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ എൻ്റെതായ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇതിനിടയിലാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് ദേവ്ജി വരുന്നത്. കൺമണി, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. കൃഷ് പറഞ്ഞത് ശരിയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. അവൻ ചെയ്തത് എന്തൊക്കെ പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. ആ കാര്യത്തിൽ നീയെടുത്ത തീരുമാനം ചോദ്യം ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ ആ തീരുമാനം നിനക്കെടുക്കാം. അത് ചോദ്യം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ നിന്നെ സഹായിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടു എന്നതാണ്. ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വരൂ കൂടെ. ഇതോടെ ദേവ്ജി, ഞാൻ ദേവ്ജിയെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ദേവ്ജി പറയുന്നത് ഞാൻ ചെയ്യാം. ദേവ്ജി ഇതോടെ കൺമണിക്ക് താമസിക്കുന്നതിനായി ഏർപ്പാടുകൾ ശരിയാക്കി കൊടുക്കുകയാണ്. നീ എന്തായാലും ആരുടെ മുന്നിലും മുട്ടുമടക്കേണ്ട. എന്ത് ആവശ്യമുണ്ട് എങ്കിലും എന്നോട് ചോദിക്കാം. ഞാൻ ഉണ്ടാകും എന്തിനും കൂടെ. ഇത് ഞാൻ നിനക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ഞാൻ നൽകിയ വാക്കിൽ നിന്ന് ഒരിക്കലും ഞാൻ പിറകോട്ട് പോകില്ല കൺമണി. ഇതോടെ കൺമണിക്കും സന്തോഷമായിരിക്കുകയാണ്. ദേവ്ജിയാകട്ടെ ഇതേ തുടർന്ന് കൺമണിയോട് കൃഷിന്റെ കാര്യത്തിൽ ഒന്നുകൂടി നീ ആലോചിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അവൻ തെറ്റ് ചെയ്തു എന്ന കാര്യം ഞാനും സമ്മതിക്കുന്നു. പക്ഷേ നിനക്ക് ഒരവസരം പറ്റുമെങ്കിൽ കൊടുക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി ഇതേപ്പറ്റി ആലോചിക്കുകയാണ്. ഇതേ സമയം കൺമണിയുടെ കാര്യത്തിൽ ധനലക്ഷ്മി എടുത്ത തീരുമാനം മനോജ് അറിയാൻ ഇടയാവുകയാണ്. ഇതോടെ മനോജ് ധനലക്ഷ്മിയെ ചെന്ന് കാണുന്നു. നീ ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ സഹോദരിയെ ഇറക്കി വിട്ടത്? അതിനുള്ള അധികാരം നിനക്ക് ആരാണ് തന്നത്? മുതലായ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ധനലക്ഷ്മി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.